ഒരു 4 മാസമായിട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ച വീഡിയോ ആട്ടോ എടുത്തത്. ഞങ്ങളുടെ ബേബിയുടെ ജെൻഡർ റിവീലിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ചിക്കുന്ന ഫ്രണ്ട്സ് എല്ലാം കൂടെ ഓർഗനൈസ് ചെയ്തൊരു മൊമെൻ്റ് ആയിരുന്നു ഇത്. വളരെ ഫണ്ണും ഗെയിംസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അടിപൊളി ഒരു മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പം ഞാൻ കാണിച്ചത് ചിക്കുന് എങ്ങനെ ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് റിവീൽ ചെയ്തെന്നുള്ളൊരു ചെറിയൊരു ഷോർട്ട് അഭിനയമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ചിക്കുന് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അപ്പോൾ പാളം തെറ്റി ട്രെയിൻ പോലെ ചിക്കു അവിടേക്ക് ഇവിടേക്കൊക്കെ പോകുന്നതാണ്. എനിക്ക് അടിക്കേണ്ട ലോട്ടറിയാണ് ചിക്കുവിനെ അടിച്ചു കേട്ടോ ഈ പാട്ട് പാടാനുള്ള ഒരു മൊമെന്റ്. അത് കഴിഞ്ഞിട്ട് എല്ലാവരോടും ഇത് നല്ല സൂപ്പർ ഫൺഫുൾ ഒരു പാട്ടായിരിക്കും. വലിയ പിച്ചൊക്കെ പാടാൻ ശ്രമിക്കുന്നുണ്ട് ആള്, പക്ഷെ പറ്റുന്നില്ല. എന്നെക്കൂടെ ഒട്ടും പറ്റത്തില്ല കേട്ടോ, ആളുടെ അത്രയും പറ്റത്തില്ല. ഇവിടെ ഒരു ബോർഡിൽ ഒരു ബേബി ബോയുടെയും ബേബി ഗേളിൻ്റെ റിസംബിളൊക്കെ ചെയ്തുകൊണ്ട് അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഫോളോ ചെയ്തിട്ടാണ് ഓരോ ഗെയിം നമുക്ക് വരുന്നത്. അപ്പം ഇതിനകത്ത് മോസ്റ്റ് ഏതാണോ കൂടുതൽ വരുന്നത്, അത് ബ്ലൂ ആണെങ്കിൽ ബോയ്, പിങ്ക് ആണെങ്കിൽ ഗേൾ. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് കിട്ടിയ ഒരു ഈവെന്റ് കൂടി ആയിരുന്നു ഗെയിമിൻ്റെ പാട്ടായിട്ട് എന്നെ പ്രപ്പോസ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ചിക്കു ലേലു വെല്ലു എന്ന് പറഞ്ഞ് എന്നെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയോ കാണിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും എന്നാണ് എനിക്ക് തോന്നിയത്. അവസാനം എല്ലാവരോടും പറഞ്ഞ ചിക്കനോട് മുട്ടി നിന്ന് പ്രപ്പോസ് ചെയ്യാൻ. അങ്ങനെ ഫൈനലി ചിക്കൻ മുട്ടി നിന്നൊക്കെ എനിക്ക് പ്രപ്പോസ് ചെയ്യാണ് കേട്ടോ. നമ്മളെ ഈ ബോർഡിൽ വെച്ചിരിക്കുന്ന ഓരോ പ്ലേറ്റ്സ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഞങ്ങൾക്ക് ഓരോ പണി തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിലിങ്ങനെ ഞങ്ങൾ സ്റ്റക്കായി എന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് ഓരോ പണികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞതനുസരിച്ച് എങ്ങനെ ഏറ്റവും കൂടുതൽ നമ്പേഴ്സ്, അതായത് ബ്ലൂ ഒരേ എക്സ്റ്റേണൽ ആയിട്ട് വരിക, അല്ലെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് വരികയാണെങ്കിൽ ബോയ്, അല്ലെങ്കിൽ പിങ്ക് ആണെങ്കിൽ അത് ഗേൾ, അങ്ങനെയാണ് കേട്ടോ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഞാനിപ്പോൾ ചിക്കുവിൻ്റെ നല്ല നല്ല വശങ്ങളും നല്ല ചീത്ത വശങ്ങളും എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇമീഡിയറ്റ്ലി ആൾക്കൊരു പണി കിട്ടി. ആളോട് പറഞ്ഞു സ്നാഗി കിട്ടുന്ന ഒരു മൊമെന്റ് കാണിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എടുത്ത് പൊക്കി പിടിച്ച ആൾ അവിടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. തിരിച്ച് ഇങ്ങോട്ടും എൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ആൾ അവിടെ എണ്ണ വിട്ട് നിരത്താൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി. പിന്നെ ആൾക്ക് കിട്ടിയൊരു പണിയാണ് ഈ പുഷപ്പ് എടുക്കുക എന്നുള്ള ഗെയിമിൻ്റെ പാട്ടായിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ നല്ലപോലെ കഷ്ടപ്പെട്ട് നല്ല എക്സിക്യൂട്ടീവ് ലുക്കിലൊക്കെ പോയതായിരുന്നു. കഷ്ടപ്പാട് കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഗെയിമിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബോർഡിനകത്ത് എന്താണ് ലാസ്റ്റാണ് കേട്ടോ ഇത്. അപ്പം ഇത് വെച്ച് ഞങ്ങൾ വിചാരിച്ചു ബേബി ബോയ് ആയിരിക്കുമെന്ന്, പക്ഷേ ഇത് ഞങ്ങളെ ചീറ്റ് ചെയ്തായിരുന്നു അവർ, ഞങ്ങൾക്ക് പിന്നെ മനസ്സിലായി. പിന്നെ ഇത് ഞങ്ങളെ വട്ടം കളിപ്പിച്ചുകൊണ്ട് അവിടെ ബേബികളുടെയൊക്കെ ഇവിടെ നിൽക്കുന്ന കുഞ്ഞാടുകളുടെയൊക്കെ ബാഗിൽ നിന്നൊക്കെ എന്തൊക്കെയൊക്കെ തപ്പാൻ പറഞ്ഞു. ഞങ്ങൾ തപ്പുകയാണ്, ഞങ്ങൾ ക്ലൂ ആണ് കേട്ടോ. അപ്പോൾ ആ ബോഡി വെച്ചിട്ട് ജെൻഡർ റിവീൽ കഴിഞ്ഞിട്ടില്ല, കാരണം അത് ഞങ്ങളെ പറ്റിക്കുകയായിരുന്നു ഞങ്ങൾക്ക് മനസ്സിലായി. അതിനുശേഷം ഞങ്ങൾ പൊന്നൂസിൻ്റെ എല്ലാവരുടെയും ബാഗിലൊക്കെ തപ്പി ഓരോന്നൊക്കെ തപ്പുന്നുണ്ടോ. പിന്നെ വണ്ടിക്കകത്ത് എവിടെയോ എന്തോ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. ആരുടെ കീയാണെന്നൊക്കെയാണ് ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ചിക്കു എല്ലാവരെയും പോക്കറ്റൊക്കെ പോയി കഷ്ടപ്പെട്ട് തപ്പിയെടുക്കുന്നുണ്ട്. ബേബിയുടെ ജെൻഡർ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫൈനൽ തപ്പുകളിലേക്ക് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്, കാരണം ഞങ്ങളെ പറ്റിച്ചത് ഓൾറെഡി. അപ്പം ഞങ്ങൾ തപ്പിയെടുത്ത് ഫൈനൽ ക്രൂവിലേക്ക് എത്തുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ബേബി ഗേൾ ആണ് എന്നുള്ളതിനൊരു ഗ്രൂപ്പ്, ബേബി ബോയ് ആണ് എന്നുള്ളതിനൊരു ഗ്രൂപ്പിലേക്ക് എല്ലാവരും തിരിയാൻ തുടങ്ങി കേട്ടോ. അവർക്ക് എല്ലാവർക്കും ഒന്നും അറിയത്തില്ല, ഇത് ഓർഗനൈസ് ചെയ്ത 2-3 പേർക്ക് മാത്രമാണ് ഏതാണ് ജെൻഡർ എന്ന് അറിയത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആള് പോയി ഇപ്പോൾ എടുത്തിട്ട് വരും എന്താണ് ജെൻഡർ എന്നുള്ള അറിയാം. गीतांजलि नीये एन रोजा नीये दिल दिल से नीये एन अंजलि नीये गीतांजलि नीये. ഇപ്പം എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിക്കാണ് ഞങ്ങളുടെ ബേബിയുടെ ജെൻഡർ എന്താണെന്നുള്ളത്. അപ്പം ഇതാണ് ഞങ്ങൾക്ക് സ്കാൻ ചെയ്യുമ്പോൾ അവർ തരുന്ന ഒരു ജെൻഡർ റിവീലിൻ്റെ ഒരു കാർഡാണ്. അതായത് വി അസ്യൂം യുവർ ബേബി ഈസ് ഗേൾ ഓർ ബോയ് എന്നാണ് ഓൾവേസ് എഴുതാറുള്ളത്. പിന്നെ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു കേട്ടോ, ഞാൻ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊന്നും എല്ലാം സർപ്രൈസ് ആയിട്ട് ഞങ്ങളുടെ ബേബി ഗേളാണ് വരുന്നത്. അപ്പോൾ സൂൺ ഷി വിൽ ബി ഹിയർ. അപ്പം ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഗ്യാങ്ങൾ എല്ലാവരും ഒക്കെ ആയിട്ട് ഭയങ്കര ഫോട്ടോ ഒക്കെ എടുക്കുകയായിരുന്നു. ஆனந்த யாழை மீட்டுகிறாய், அடி நெஞ்சில் வண்ணம் தீட்டுகிறாய், அன்பெனும் குடையை நீட்டுகிறாய், அதில் 1000 மழை துளி கூட்டுகிறாய். இரு நெஞ்சம் இணைந்து பேசிட உலகில் பாஷைகள் எதுவும் தேவையில்லை. சிறு புல்லில் உறங்கும் பனியில் தெரியும் மலையின் அழகோ தாங்கவில்லை. குந்தன் கைகள் பிடித்து போகும் வழி அது போதவில்லை, இன்னும் வேண்டுமடி இந்த மண்ணில் இது
போல் யாரும் இங்கே எங்கும் வாழவில்லை என்று தோன்றுதடி. ஆனந்த யாழை மீட்டுகிறாய், அடி நெஞ்சில் வண்ணம் தீட்டுகிறாய். அன்பெனும் குடையை நீட்டுகிறாய், அதில் 1000 மழை துளி கூட்டுகிறாய். Jadi